മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. എന്താ വിശ്വത്, നീ ബിയർ അടിച്ചാള് ഈ സാധനമൊക്കെ അടിച്ചു തുടങ്ങിയോ? ഞാനൊരു കാര്യം തീരുമാനിച്ചു. ബിയറടി നിർത്തി, ഇനി സ്മോളാക്കി. എന്താ ഉണ്ടാവും അറിയട്ടെ. കാലം കുറേയായി ഒരു അടിമയെ പോലെ ഞാൻ ഒളിച്ചും പാത്തും പതുങ്ങി നിന്ന് ബിയർ അടിക്കുന്നു. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, മീറ്റിങ്ങിന് വരുമ്പോഴൊക്കെ വരുന്ന സമയത്ത് നിങ്ങളൊക്കെ സ്മോൾ അടിക്കുന്ന സമയത്ത് ഞാൻ ബിയർ മാത്രം കഴിക്കും. എന്താ കാരണം എന്നറിയോ? നീ മീറ്റിങ്ങിന് വരുമ്പോ തന്നെ ബിയർ അടിയൊക്കെ തന്നെ വളരെ ഒളിച്ചും പാർത്തൊക്കെയാണല്ലോ ചെയ്തിരുന്നത്. ഇപ്പൊ എന്ത് പറ്റിയത്? അതെ, തനിക്കറിയോ, നമ്മൾ വീട്ടിൽ ഇതുപോലെ ഒളിച്ചും പാത്തും പതുങ്ങിയിട്ട ബിയർ കഴിച്ച ശീലം, ആ ശീലം തന്നെ ഇവിടെയും കണ്ടിന്യൂ ചെയ്ത് പോയി. അത് മാറ്റാൻ പറ്റാണ്ടേ. നമ്മൾ വീട്ടിൽ എത്ര പണിയെടുത്താലും ഭാര്യയ്ക്കും മോൾക്കും ഒരു തൃപ്തിയില്ല. എന്നിട്ടോ നമ്മൾ വൈകുന്നേരം ടെൻഷൻ സഹിക്കാൻ വയ്യാണ്ട് ഒരു ബിയർ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ രണ്ടാളും അപ്പുറത്തും ഇപ്പുറത്തും വന്ന് നിൽക്കും. എന്താ ഈ കാണിക്കണേ. ഒരു ദിവസേ ഞാനൊരു ഗ്ലാസ്സിൽ ഫുള്ള് ബിയർ ഒഴിച്ച് കുടിക്കാൻ നിന്നപ്പോ ഭാര്യ വന്ന് ചോദിക്കുക, എന്താ ഈ കാണിക്കണേ, ഒരു ഗ്ലാസ് ബിയറൊക്കെയാ നിങ്ങൾ കുടിക്കണേന്ന്. ഒരു കുപ്പി റമ്മടിക്കുന്ന ആണ് നിന്റെ കൂട്ടുകാരത്തൊന്നും നിന്റെ ഭാര്യയ്ക്കും പോൾക്കും അറിയില്ല തോന്നുന്നു അല്ലേ? ഹും, അതങ്ങോട്ട് പറഞ്ഞാ മതി, പിന്നെ ആ വീട്ടിലേക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ നിനക്ക് എങ്ങനെ കിട്ടി ഈ ധൈര്യം ഇത്ര ഒരു കുപ്പി റമ്മടിക്കാനായിട്ട്? കഴിഞ്ഞ ആഴ്ചയെ ഒരു സംഭവം ഉണ്ടായി. നമ്മളെ സെയിൽസ് ക്ലോസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഷൻ, പ്രഷർ എന്ന് പറഞ്ഞ പ്രഷർ രണ്ടും കൽപ്പിച്ച് രാത്രിയായപ്പോ ഞാനൊരു ബിയറും വാങ്ങി വീട്ടിലേക്ക് ആയിരുന്നു. ഇന്ന് എന്തായാലും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ള കാര്യങ്ങളും തീരുമാനിച്ച് മേശയുടെ മുകളിൽ ബിയർ അങ്ങോട്ട് പൊട്ടിച്ചു വെച്ച വഴിക്ക് രണ്ടാളും കൂടി അപ്പുറത്തും വന്ന് നിൽക്കണു. എന്താ ഇന്ന് നിങ്ങൾ കഴിക്കുമെന്ന് എന്നോട് ഭാര്യ ഒരു ചോദ്യം, അപ്പുറത്തുണ്ട് മോളൊരു ചോദ്യം. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ഈ സാധനങ്ങളെ കഴിക്കും, ധൈര്യമുള്ളവരുണ്ടെങ്കിൽ തടഞ്ഞോ എന്ന് പറഞ്ഞു. തടയണോന്റെ കൈ ഞാൻ വെട്ടുമെന്ന് പറഞ്ഞു. ഞാനെടുത്ത് കുടിച്ചു. സംഗതിക്കുള്ളിൽ പേടിയുണ്ടായിരുന്നു. ഞാനെടുത്ത് കുടിച്ചു, ഭാര്യ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് മോള് കുറച്ചേരം നോക്കുന്നു, വീണ്ടും ഞാൻ എടുത്ത് കുടിച്ചു. അത് കഴിഞ്ഞോടുകൂടി രണ്ടാളും മൊത്തേക്ക് നോക്കുന്നു. ആർക്കാ ധൈര്യം തൊടാന്ന് ഞാനൊരു ഒറ്റ അലർജിയാ. രണ്ടാളും രണ്ട് വഴിക്കാ പോയി. ഈ ധൈര്യം ഉണ്ടല്ലോ, നീ വർഷങ്ങൾക്ക് മുമ്പ് കാണിക്കേണ്ടായിരുന്നു. ഞാൻ തീരുമാനിച്ചു, വീട്ടിൽ ബിയർ നിർത്തി, ഇനി വീട്ടിൽ ഞാൻ ഈ സാധനമാക്കാൻ പോവാ. എന്താ ഉണ്ടാവുക ഞാൻ നോക്കട്ടെ, രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാ.